ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനുള്ളത് ഫുജൈറ ഫോർട്ടിലാണ്. ഇന്ന് ഞാൻ ഫുജൈറയിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗാണ്. നല്ല അടിപൊളി സ്പോട്ട്. ഐ തിങ്ക് ഇത് പഴയ കാലത്ത് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നന്നായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ചെറിയ വേപ്പിൻ, നമ്മുടെ നാട്ടിലുള്ള വേപ്പിൻ്റെ മരങ്ങളും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുറേയൊക്കെ ജീർണിച്ച ഒരവസ്ഥയിലാണ്. എങ്കിൽ പോലും ഈ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ കാലത്ത് കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു വീട്ടിലോട്ടാണ് പോകുന്നത്. വീടാണെന്ന് തോന്നുന്നത്. നമുക്ക് നല്ലതേ കണ്ടിട്ട് പഴയ റാന്തങ്ങളൊക്കെ രണ്ട് സൈഡിലുണ്ട്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഒരു അടിയിടമുള്ളത് അടിപൊളി സ്ഥലമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ട്, അവിടെയൊക്കെ വീടുകളാണ്. ഇപ്പം നമുക്കൊന്ന് കയറി കണ്ടു നോക്കാം എങ്ങനെയാണ്. വളരെ ചെറിയൊരു മുറിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ നിന്നിട്ട് പേടിയൊക്കെ വരുന്നുണ്ട്. പണ്ടത്തെ ആ ഒരു എന്തൊക്കെയോ ഒരു ഫീല്. മതിൽക്കെട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കവാടത്തിനുള്ളിൽ ഏകദേശം 2, 3, 4 വീടുകളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ക്ലേ വെച്ചിട്ടാണ് ഈ ഓരോ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇയർലി ഇവരിത് മെയിൻ്റെനൻസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊന്നും ശരിക്കും പറഞ്ഞ് പ്രത്യേകിച്ച് കാണാനും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ഇത്രയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു റൂം പോലെ അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ കണ്ടു. ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും, പക്ഷേ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വീടുകളാണ് കേട്ടോ. പിന്നെ നല്ല വെയിലുള്ള സമയത്ത് പോയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ച് പോയതാണ്. പിന്നെ ഇതേ കണ്ടില്ല, ഇത് പണ്ടത്തെ ഒരു വാഷ്റൂം ഉണ്ടല്ലോ, നമ്മൾ ബാത്റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു സംഭവമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പണ്ടത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് ജീർണിച്ചൊരവസ്ഥയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലെ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഫേമസ് മറ്റേതുപോലെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് വരാം. ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ കുറേയധികം സ്ഥലം ചുമ്മാ നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ UAE തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഇതാ ശരിക്കുള്ള ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ മതിലാണ്. ശരിക്കും ഞാനിപ്പോൾ ഒരു ക്രാഫ്റ്റ് മേക്കറാണ്. അപ്പം നമ്മൾ ക്ലേ ഒക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ളതൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ശരിക്കും ഒറിജിനൽ ക്ലേ ആണ്. അപ്പോൾ എത്ര വർഷം പഴക്കമുള്ള സാധനമാണ്, കുഴപ്പവും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ശരിക്കും ഇത്രയും നന്നായിട്ട് നിൽക്കുന്നത്. അതിന് അവർ ഒരു നല്ലൊരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നതും എല്ലാം നന്നായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു മ്യൂസിയം ആണ് കേട്ടോ. പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്. അകത്തൊന്നും കയറി കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പം തണുത്ത സമയത്ത് ഈവനിങ് ഇവിടെ ടൈമിംഗ് ഉണ്ട് കേട്ടോ. 7 മണി വരെ ഉള്ളൂ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിലൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വെയിലിനെ നമുക്കൊന്ന് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിനി അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം. എല്ലാം സെയിം ഒരേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പഴയ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഇപ്പോൾ കൊട്ടാരങ്ങൾ, നമ്മുടെ നാട്ടിലാണെങ്കിൽ കൊട്ടാരങ്ങൾ, അതുപോലെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ കാണാനും അതേപ്പറ്റി അറിയാനും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഭയങ്കര ക്രേസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫുജൈറയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് എമിറേറ്റ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് ഈ ബിസി ലൈഫിൽ നിന്നൊക്കെ കുറച്ചൊന്നും ഒതുങ്ങിയൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ ഒരുപാട് വണ്ടികളുടെ ശബ്ദവും ഒന്നും തിരക്ക് പിടിച്ച സ്ഥലമൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് പറ്റിയൊരു എമിറേറ്റ് ആണ് കേട്ടോ ശരിക്കും ഫുജൈറ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തിലേക്ക് പോകാം. ഇവിടെ വലിയൊരു കിണർ കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. നോക്കി എന്ത് ആഴത്തിലാണ് അതുള്ളതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കണ്ടേ. കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് പേടി വരുന്നു. അതുപോലെ ഇവിടെ സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വേണ്ടില്ലേ, ഞാൻ ഇറങ്ങുന്നൊന്നുമില്ല, എനിക്ക് പേടിയാണ്, ഞാൻ ഇറങ്ങുന്നില്ല. കണ്ടോ ഇതുവരെ ഇറങ്ങാൻ നമുക്ക് താഴെ ഇട്ടാം. നമ്മൾ ഫുജൈറയിൽ നിന്ന് ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ കാണുന്ന ഒരു സ്പോട്ടാണിത്. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ശരിക്കും ഇതാണ് ഫുജൈറ ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകും.
ഫോർട്ടിനകത്തേക്ക് കയറുന്നതിന് മുന്നായിട്ട് ഇവിടെ താഴെ ഒരു ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് പഴയ ഒരു ടച്ചുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാനായിട്ടൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു സ്പോട്ട്. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ നല്ല റേറ്റാണ്. കാരണം അത്രയും ടൈം സ്പെൻഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല റേറ്റാണ്. ഞാൻ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു റേറ്റ് ആണെന്ന് എനിക്ക് പറയാനും തോന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫ്യൂംസും കാര്യങ്ങളും അതുപോലെ ഊത്, അത്തർ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു സാധനം എന്ന് പറയാൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അടിപൊളിയായിട്ടുണ്ട്, കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട്. റേറ്റ് വന്നിട്ട് 395 ദിർഹംസാണ് ഇതിൻ്റെ. അടിപൊളിയായിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതൊരു പേഴ്സാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ കിട്ടും. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ടല്ലേ. നമ്മുടെ ബുർജ് ഖലീഫിൻ്റെ ഒക്കെ മിനിയേച്ചർ, അതുപോലെ ബുർജ് അൽ അറബിൻ്റെ, അതുപോലെ ജുമേറ ബീച്ചിലുള്ള ഒരു റൗണ്ട് ഒരു സംഭവം അത് കണ്ടില്ലേ. കുറേ അടിപൊളി പേന. അപ്പോൾ നമ്മൾ ഫുജേറ ഫോർട്ടിനകത്തേക്ക് കയറി തുടങ്ങുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോ കൂടെ എനിക്കറിയാവുന്ന ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫുജേറ ഫോർട്ട് എന്ന് പറയുന്നത് ഏകദേശം AD 1500 പണി കഴിക്കപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വഹാബി ഒക്യുപ്പേഷനും നടന്നതും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു ആക്രമണത്തിനുമൊക്കെ ഇരയായ ഒരു കോട്ടയാണ് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായിരുന്നു ഇത് കുറച്ച് നാൾ. പിന്നീട് അന്നത്തെ കാലത്ത് ഒരു ഷെയ്ഖ് ഇത് പണ്ടത്തെ ഇനാം കൊടുത്തിട്ട് 1500 ഇനാം കൊടുത്തിട്ടാണ് ഈ ഒരു കോട്ട തിരിച്ചു പിടിക്കുന്നത്. അതുപോലെ തന്നെ 1998-നും 2000-നും ഇടയിൽ ഈ ഒരു കോട്ട റീഇന്നോവേറ്റ് ചെയ്തിട്ട് വിസിറ്റേഴ്സിന് റീഓപ്പൺ ചെയ്ത് കൊടുക്കുകയായിരുന്നു എന്നാണ് ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ കോട്ടകൾക്കും ഓരോ കഥകളാണ് പറയുവാനുള്ളത്. അതായത് ഈ നമ്മുടെ ഒരു ഫുജേറയെ ഒരു കാലത്ത് സംരക്ഷിച്ചു നിർത്തിയിരുന്നത് ഈ ഒരു കോട്ടയും അതുപോലെ തന്നെ ഇതിനെ സംരക്ഷിച്ചിരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഭടന്മാരും പട്ടാളക്കാരും ഒക്കെ ആയിരുന്നു. ഈ ഒരു കോട്ടയ്ക്കുള്ളിലായിട്ട് തന്നെ ഒരുപാട് ജനലഴികളും അതുപോലെ തന്നെ ഈ ഭടന്മാർക്ക് താമസിക്കാനുള്ള ചെറിയ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ മറിഞ്ഞിരുന്ന് വെടി ഉതിർക്കത്തില്ലേ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കോട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുജേറയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഈ കോട്ടയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ജയിൽ, പണ്ടത്തെ കാലത്തെ ജയിലും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ചെറിയ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു സ്ഥലവും അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞാണ് ഈ ഒരു കോട്ട എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ എടുത്ത് നിങ്ങളോട് പറയാണ്, ഇപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാണാൻ താല്പര്യമുള്ളവർ മാത്രമേ പോയി കാണാവുള്ളൂ. അല്ലാതെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അയ്യേ ഇതാണോ ഇത്ര വലിയ കാര്യം എന്നേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പണ്ടത്തെ കാലത്ത് ജയിലും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഈ ഒരു ഇതിനായിട്ടാണുള്ളത്. ഒരു നിസ്കരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ മദ്രസ, അങ്ങനെ പല 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 സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ കണ്ടില്ല ഗാർഡ് റൂം, അതായത് പണ്ടത്തെ നമ്മളിപ്പോൾ സെക്യൂരിറ്റി റൂം എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുള്ള റൂം, അതുപോലെ തന്നെ ഇംപ്രിസൺമെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ പണ്ടത്തെ ജയിലാണ് ഈ കാണുന്നത്. പക്ഷേ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒന്ന് ജീർണിച്ച ഒരു അവസ്ഥയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം പഴക്കമുള്ള കോട്ട ആയതുകൊണ്ട് തന്നെ ഇപ്പം മനസ്സിലാക്കാനായിട്ടൊക്കെ പാടാണ്.
ഈ കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഇവിടെ വന്നിട്ട് എഴുതുവാണെങ്കിൽ ശരിക്കും കാമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല നല്ല പുസ്തകങ്ങളും നല്ല നല്ല വരികളൊക്കെ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി താഴേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞത് അങ്ങോട്ട് പോയപ്പോൾ നോക്കിയിട്ട് പോകേണ്ടതായിരുന്നു. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുവാണെങ്കിൽ ഈ ഫോർട്ടിനകത്തിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നും അതിൻ്റെ ചെറിയ ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. പിന്നെ ഇവിടെ താഴേക്ക് വരുവാണെങ്കിൽ ഇരിക്കാനായിട്ട് ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു പീരങ്കി ഇരിപ്പുണ്ട്. ഇവിടെ ഒരെണ്ണമല്ല, അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഫുജേരയിലെ പല പല കോട്ടകളിലും ഇങ്ങനത്തെ പീരങ്കികൾ കാണാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.